മോദി സർക്കാരിൽ ധനകാര്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ നിർമ്മല സീതാരാമൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. എന്നാൽ സ്വന്തം സർക്കാരിൽ നിന്ന് ഒരു വിലയും നിർമ്മല സീതാരാമന് കിട്ടുന്നില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിരുന്നു. അതുപോലെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ 5-ാം സ്ഥാനത്താണ്. 1-2 വർഷങ്ങൾക്ക് ശേഷം അത് 3-ാം സ്ഥാനത്തേക്കൊക്കെ ആകാം. ഇനിയുള്ള 25 വർഷം ഇന്ത്യക്ക് പ്രധാനമാണെന്ന് മോദി സർക്കാർ പറയുന്നു. ഈ 25 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ വികസിത രാജ്യമായി മാറും. ഈ കാര്യമാണ് ബഡ്ജറ്റ് അവതരണത്തിലും മറ്റ് ചർച്ചകളിലുമെല്ലാം ധനകാര്യമന്ത്രി പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ജനത വിശ്വസിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം. ആദ്യം ഇതൊക്കെ സ്വന്തം കുടുംബം അംഗീകരിക്കണം. നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരൻ ഇന്ത്യയിലെ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പോലും ഈ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. ആന്ധ്രാപ്രദേശുകാരനായ ഇദ്ദേഹം ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. പിന്നീട് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ഉയർത്തിക്കാട്ടുന്ന ഒരു ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത്. മാത്രമല്ല, മോദി സർക്കാരിന്റെ ഒരു കടുത്ത വിമർശകൻ കൂടിയാണ് നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പ്രഭാകരൻ. മോദി ഒരു ഏകാധിപതിയാണെന്നും അദ്ദേഹം ഒരു ജനാധിപത്യ വിശ്വാസിയല്ലെന്നും പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഗവൺമെന്റ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അത് വെറും കള്ളക്കണക്കുകളാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുള്ള 5-ാം സ്ഥാനം, GDP എന്നിവയിലുള്ള ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾ വെറും കള്ളമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ കുത്തനെ വളരുന്നുവെന്ന് സർക്കാർ പറയുന്നത് GDPയോ സാമ്പത്തിക വളർച്ചയല്ല, മറിച്ച് തൊഴിലില്ലായ്മയും സാമ്പത്തികമായ അസമത്വവുമാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ നിർവചനം ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആൾ തൊഴിൽരഹിതനാണെന്ന് സർക്കാർ വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം പരസ്യമായി ചൂണ്ടിക്കാട്ടുന്നു. പ്രഭാകർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം മോദി സർക്കാർ തന്റെ ഭരണകാലാവധി പൂർത്തിയാക്കില്ലെന്നാണ്. സ്വന്തം ഭാര്യ ധനമന്ത്രിയായിട്ടുള്ള സർക്കാർ 5 വർഷം പൂർത്തിയാകില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രവചനം നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം സാമ്പത്തികവും രാഷ്ട്രീയമായ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവ വിശകലനം ചെയ്താണ് അദ്ദേഹം ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ അദാനി ഗ്രൂപ്പിനും സെബിയുടെ ചീഫിനുമെതിരായി ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് മോദി സർക്കാരിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന ഒരു ചോദ്യം ഈ റിപ്പോർട്ട് നരേന്ദ്രമോദിക്കെതിരെയോ സർക്കാരിനെതിരെയോ BJPക്കെതിരെയോ അല്ല. പിന്നെ എന്തിനാണ് സർക്കാർ ഈ റിപ്പോർട്ട് തള്ളിക്കളയുന്നത്? എന്തിനാണ് ഈ റിപ്പോർട്ടിന്റെ പേരിൽ വ്യാകുലപ്പെടുന്നത്? ഹിൻഡൻബർഗ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനും സെബി ചീഫിനും എതിരായിട്ടുള്ളതാണ്. എന്നാൽ മോദി സർക്കാർ ഇവരെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനുമാണ് ശ്രമങ്ങൾ നടത്തുന്നത്. അതുപോലെ ജോയിന്റ് പാർലമെന്ററി അന്വേഷണമെന്ന ആവശ്യത്തെ ഇവർ തടസ്സപ്പെടുത്തുന്നു. ഗവൺമെന്റിൽ ഇതിൽ എന്താണ് പങ്കെന്നും ഗവൺമെന്റിന്റെ പ്രശ്നം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. അഴിമതിയുടെ ഒരംശം മാത്രമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്ന് തെളിയിക്കപ്പെടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മോദി സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ലെന്ന പ്രഭാകരന്റെ പ്രവചനം ശരിയാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതിന് പ്രധാന കാരണങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് BJPയുടെ ഇത്തരം പ്രവർത്തനങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ രാഹുൽ ഗാന്ധിയോട് ഗവൺമെന്റ് ചെയ്ത പ്രവൃത്തി ഇന്ത്യൻ ജനതയെ തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോടുള്ള ജനങ്ങളുടെ ആദരവും ബഹുമാനവും സ്നേഹവും കൂടാൻ ഇതൊരു കാരണമായി. രാഹുൽ ഗാന്ധിക്ക് നൽകിയ സീറ്റ് 5-ാം നിരയിലായിരുന്നു. ഇതിനു മുൻപ് വരെ കേന്ദ്ര മന്ത്രിമാർക്കൊപ്പം 1-ാം നിരയിലാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് സ്ഥാനം നൽകിയിരുന്നത്. രാഹുൽ ഗാന്ധി ഈ അപമാനം സഹിച്ചുകൊണ്ട് തനിക്ക് നൽകിയ സീറ്റിൽ തന്നെ ഇരുന്നു. അതിന് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം പ്രസക്തിയും അദ്ദേഹത്തിന് നന്നായി അറിയാം. സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നത് രാജ്യത്തിന്റെ വിമോചനത്തിനായി പോരാടിയ മഹത് വ്യക്തികളുടെ സ്മരണയ്ക്കായിട്ടാണ്. രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് സ്വാതന്ത്ര്യദിനം. മോദി സർക്കാർ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് 5-ാം നിരയിൽ സ്ഥാനം നൽകി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ എന്നും 1-ാം നിരയിലായിരിക്കും. യഥാർത്ഥത്തിൽ മോദി സർക്കാർ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ജനകീയ നേതാവാക്കി മാറ്റുന്നത്. മോദി സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പ്രഭാകരന്റെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ അധികം നാൾ വേണ്ടിവരില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം.